ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാഹനം ഓടിക്കുന്ന ഒരുപാട് പേര് ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് വാഹനം ഓടിച്ച് തന്നെ പതിവ് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ഇവിടുന്ന് ശകലം ഒന്ന് മാറിയതിന് ശേഷം വണ്ടി ഓടിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാനിപ്പോൾ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 മിസ്റ്റേക്കുകൾ അതെങ്ങനെ തിരുത്താമെന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പല ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് താങ്ങി വാഹനം ഓടിക്കും. അതായത് ഒരു ഹാഫ് ക്ലച്ചിലേക്കോ അല്ലെങ്കിൽ ഒരു 4% എപ്പോഴും ക്ലച്ച് താങ്ങി വാഹനം ഓടിക്കാറുണ്ട്. ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ക്ലച്ച് ചുമ്മാ ചവിട്ടി കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചിലർ ചെയ്യുന്നതാണ്, ഇടത്തെ കാലിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ക്ലച്ച് വെറുതെ കാല് വെച്ചേക്കും. അപ്പോൾ ഈ 3 മിസ്റ്റേക്കുകളും ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയും. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക്, വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച് താങ്ങി വാഹനം ഓടിക്കുക. അതായത് ക്ലച്ചിൽ ഇതേ ഒരു കുറച്ച് ക്ലച്ച് താഴോട്ട് അങ്ങ് താങ്ങി പിടിച്ചേക്കും. ഇങ്ങനെ താങ്ങി പിടിച്ച് വാഹനം ഓടിക്കുന്നത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കണം. ഒഴിവാക്കിയില്ലേ ഉള്ള ഒരു പ്രോബ്ലം, നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ച് ഡിസ്ക് തേഞ്ഞ് തീരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഒരു ക്ലച്ച് കുറച്ചൊന്ന് താങ്ങി കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി വാഹനം ഫുള്ളായിട്ട് റിലീസായത്, അതായത് ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് കാലായല്ല വാഹനം റണ്ണാകുന്നത്. ക്ലച്ച് താങ്ങി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് ഡിസ്കുമായിട്ട് ചെറിയൊരു കണക്ഷൻ വരികയും ക്ലച്ച് ഡിസ്കിന് കൃത്യമായിട്ടും തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, നമ്മൾ ഇത്തരത്തിൽ കാല് വെച്ചാണ് ഓടിക്കുന്നതെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലച്ച് കാല് വെച്ച് വാഹനം ഓടിക്കുന്നത്, ഇതെങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടും അവർ പറയാം. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ക്ലച്ച് കൂടുതലായിട്ട് താഴോട്ട് അമർത്തി കാല് വെക്കാനായിട്ട് പാടില്ല. ഇനി ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ക്ലച്ച് കാല് വെക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് പെട്ടെന്ന് വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച് ചവിട്ടേണ്ടി വരുമോ എന്നുള്ള ആവശ്യമില്ലാത്ത ഒരു പേടി മൂലം, ഒരു ആത്മവിശ്വാസത്തിന് പല ആൾക്കാരും ക്ലച്ചെ കാലെടുത്ത് ഇത് ഇങ്ങനെ വെച്ച് വാഹനം ഓടിക്കും. കാരണം നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു, പെട്ടെന്ന് ഒരു വണ്ടി മുന്നിൽ വരുമ്പോഴത്തേന് ചവിട്ടി നിർത്തുവോ, ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലച്ച് താങ്ങണമല്ലോ എന്നുള്ള ചിന്തയിൽ പല ആൾക്കാരും വാഹനം ഓടിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വാഹനം ഓടിച്ച് പഠിച്ചു തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ, അതായത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സമയത്തൊക്കെ നിങ്ങൾ ക്ലച്ചിൽ അങ്ങനെ കാല് വെച്ചാലും കുഴപ്പമില്ല. എന്നാൽ നിങ്ങളൊരു 3-4-5 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആവറേജ് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യാനുസരണം മാത്രം ക്ലച്ചിൽ കാലെടുത്ത് വെക്കുവാനായിട്ട് ശ്രമിക്കുക. അല്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ക്ലച്ചിൽ കാല് വെച്ചുകൊണ്ടേ വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. അത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് കൃത്യമായിട്ട് ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, പല ആൾക്കാരും ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ ഇതേ ഫുൾ ക്ലച്ച് ചവിട്ടി കൊടുക്കും. അതായത് ചെറിയ ഇറക്കങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ചുമ്മാ ഫുൾ ക്ലച്ചും ചവിട്ടി ബ്രേക്ക് ചെയ്യും. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇറങ്ങി പോകേണ്ട ചില ഇറക്കങ്ങളായിരിക്കും, പക്ഷേങ്കിൽ അവിടെ എന്ത് ചെയ്യും, ചുമ്മാ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ഇതേ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വാഹനം വരുവാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. നമ്മൾ ചെറിയ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്ലോ ചെയ്യാൻ കഴിയും. വെറുതെ നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തി പിടിച്ച് എഞ്ചിനും ഗിയർ ബോക്സിനെയും സെപ്പറേറ്റ് ആക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. നമുക്ക് ആവറേജ് ചെറിയ ഇറക്കങ്ങളൊക്കെ വരുമ്പോൾ വാഹനത്തിന് ഒരു സ്പീഡുണ്ട്. ആ സ്പീഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യണം, ജസ്റ്റ് പമ്പ് ചെയ്തൊന്ന് ബ്രേക്ക് ചെയ്യുക. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ കാലൊന്ന് വെക്കുക, അതിനുശേഷം വീണ്ടും ഒന്ന് അയക്കുക, വീണ്ടും ഒന്ന് ബ്രേക്ക് കൊടുക്കുക, അതിനുശേഷം നമ്മൾ വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലയക്കുക. ഈ ഒരു തരത്തിൽ മാത്രമേ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യുവാനായിട്ട് പാടുള്ളൂ. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ ചില ആൾക്കാർ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കയറ്റത്തൊക്കെ വാഹനം എടുക്കുന്ന അവസരങ്ങളിൽ ക്ലച്ച് താങ്ങേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഹാഫ് ക്ലച്ചിൽ ഒരുപാട് ഇട്ട് ഇരപ്പിക്കാറുണ്ട്. അതായത് ഹാഫ് ക്ലച്ച് താങ്ങി പിടിച്ചിട്ട് കൂടുതലായിട്ട് ആക്സിലറേറ്റർ കൊടുക്കും. അതായത് ഞാൻ കാണിച്ചു തരാം. ഒരു കയറ്റമാണെന്ന് നിങ്ങൾ കരുതുക. കയറ്റത്തിൽ ഇത്തരത്തിൽ ഹാഫ് ക്ലച്ചിലേക്ക് മെല്ലെ ഇങ്ങനെ വരും. എന്നിട്ട് ഹാഫ് ക്ലച്ചെ വെച്ചിട്ട് ഹാഫ് ആക്സിലറേറ്റർ കൊടുത്തിട്ട് ഇങ്ങനെ കയറ്റത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്ലച്ച് കരിയുന്ന ആ ഒരു മണവും ക്ലച്ചിൻ്റെ ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഹാഫ് ക്ലച്ചിൽ ഒരു കയറ്റത്തെടുക്കുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബ്രേക്കിൽ കാല് വെക്കുന്നു. ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ആക്കുന്നതിനോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി ചില സിറ്റുവേഷനിൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഉദാഹരണം പറയാം, ഒരു കയറ്റത്ത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ മുന്നിലും പിന്നിലും വാഹനമുണ്ടെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനം വളരെ സാവധാനത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ക്ലച്ച് താങ്ങി കൊടുക്കേണ്ടി വരും. അവിടെ നിങ്ങൾ ക്ലച്ചിൽ കാല് വെക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യാനുസരണം ക്ലച്ച് താങ്ങി കൊടുക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ആവശ്യാനുസരണം മാത്രം ക്ലച്ച് ഉപയോഗിക്കുക. ക്ലച്ചിന്റെ ഉപയോഗമില്ലാത്ത സമയത്ത് വെറുതെ കാലിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ക്ലച്ചെ കാല് വെച്ച് വാഹനം ഓടിക്കാതിരിക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനത്തിന്റെ ഫ്ലോറിൽ തന്നെ നിങ്ങളുടെ കാല് വെക്കുവാനായിട്ട് ശ്രമിക്കുക. ഹാഫ് ക്ലച്ച് ഒക്കെ താങ്ങുന്ന അവസരങ്ങളിൽ ചുമ്മാ ക്ലച്ച് താങ്ങിയിട്ട് കൂടുതൽ ആക്സിലറേറ്റർ കൊടുത്ത് നിങ്ങൾ ക്ലച്ച് ഇരപ്പിക്കരുത്. അങ്ങനെ ഇരപ്പിക്കുമ്പോഴാണ് ക്ലച്ച് കരിയുന്ന മണങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും എനിക്ക് സ്വയമേ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാദർ അദ്ദേഹം വണ്ടി ഓടിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ വാഹനം ഓടിച്ച ഒരുവിധമൊക്കെ ആയ ആൾക്കാർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് വീണ്ടും നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.